കൊമേഴ്സ്യൽ സിനിമകളുടെ അമരക്കാരൻ ശ്രീ ജോഷി സൂപ്പർ ഹിറ്റ് തിരക്കഥാകൃത്തുകളായ CBK തോമസ്, ഉദയകൃഷ്ണ ടീമുമായി ഒന്നിക്കുന്ന ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന മൾട്ടി സ്റ്റാർ ചിത്രം പ്രേക്ഷകരുടെ മുന്നിലെത്തുകയാണ്. ചിത്രത്തെക്കുറിച്ച് പുറം കേരളത്തോട് സംസാരിക്കുന്നത് തിരക്കഥാകൃത്തുകളായ ശ്രീ CBK തോമസും ശ്രീ ഉദയകൃഷ്ണയും. ശ്രീ CBK തോമസ്, ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തെക്കുറിച്ച് തിരക്കഥാകൃത്തുക്കളിൽ ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രം മാസം മാർച്ച് 18-ാം തീയതി തിയേറ്ററുകളിലെത്തുകയാണ്. 2020 എന്ന അമ്മ നിർമ്മിച്ച ചിത്രത്തിന് ശേഷം അതൊരു മൾട്ടിസ്റ്റാർ ചിത്രമായിരുന്നു. അതിനുശേഷം അതേ ടീം ശ്രീ ജോഷി തിരക്കഥാകൃത്തുക്കളായി ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന സിനിമയാണ്. 2020 എന്ന ചിത്രത്തെ വൻ വിജയമാക്കി തീർത്ത ഇവിടുത്തെ പ്രേക്ഷകർ ക്രിസ്ത്യൻ ബ്രദേഴ്സിനെയും വിജയമാക്കി തീർക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ചിത്രം ഞങ്ങൾ എത്തിക്കുന്നത്. ഈ ചിത്രം 2020 പോലെ തന്നെ ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന ചിത്രമാണ്. മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ശരത് കുമാർ, അതുപോലെ തന്നെ മലയാളത്തിലെ പ്രമുഖ നായികമാര് കാവ്യ, ലക്ഷ്മി റായ്, ലക്ഷ്മി ഗോപാലസ്വാമി, കനിക തുടങ്ങിയത്. അതുപോലെ ഈ ചിത്രത്തിൽ ഒരുപാട് താരനിരകൾ വേറെയുണ്ട്. ഈ ചിത്രത്തെ ഒരു വിജയമാക്കി തീർക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ. അടുത്ത ചോദ്യം ശ്രീ ഉദയകൃഷ്ണയോടാണ്. പറയൂ. താരസാന്നിധ്യം കൊണ്ടും ബോക്സ് ഓഫീസ് വിജയം കൊണ്ടും 2020 എന്ന ചിത്രം മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി വിലയിരുത്തപ്പെടുന്നു. 2020ക്ക് ശേഷം ശ്രീ ജോഷിയും നിങ്ങളുടെ ടീമും ഒന്നിക്കുന്ന ചിത്രമാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. 2020ൽ സൂപ്പർ താരങ്ങൾക്കെല്ലാം അവർക്ക് അനുയോജ്യമായ വേഷങ്ങൾ ഒരുപക്ഷെ തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ നൽകുന്നതിൽ നിങ്ങൾ വിജയിച്ചു. ക്രിസ്ത്യൻ ബ്രദേഴ്സിലും ഇത് പ്രതീക്ഷിക്കാമോ? ശ്രീ മോഹൻലാൽ, ശ്രീ സുരേഷ് ഗോപി, ശ്രീ ദിലീപ് അടക്കമുള്ള അവരുടെ ഈ ചിത്രത്തിലെ വേഷത്തെ പറ്റി ഒന്ന് പറയാമോ? 4 കഥാപാത്രങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ് ഈ ചിത്രത്തിലുള്ളത്. മോഹൻലാലിന്റെ ക്രിസ്റ്റി വർഗീസ് മാപ്പിള എന്ന് പറഞ്ഞ കഥാപാത്രം മുഴുനീള കഥാപാത്രമായി നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ജോസഫ് വടക്കനും, ദിലീപിന്റെ ജോജിയും, ശരത് കുമാറിന്റെ ആൻഡ്രൂസും ഒപ്പത്തിനൊപ്പം ഒന്നിച്ചു വരുന്നു. തിരക്കഥയിലെ 4 കഥാപാത്രങ്ങളും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ഒരു കുടുംബകഥയുടെ ഫാമിലി ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഒരു ആക്ഷൻ മൂഡുള്ള ചിത്രമായിരിക്കും ഇത്. അപ്പോ തീർച്ചയായിട്ടും ആക്ഷനും കുടുംബ ബന്ധങ്ങളുടെ കഥയ്ക്കും പൂർണ്ണമായ അനുയോജ്യമായ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഇവരിൽ ഭദ്രമായിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ 4 നായിക കഥാപാത്രങ്ങളാണുള്ളത്. ഈ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാമോ? ചിത്രത്തിലെ 4 നായികമാരാണ് ഉള്ളത്. അതിൽ കാവ്യ, ലക്ഷ്മി ഗോപാലസ്വാമി, കനിക, ലക്ഷ്മി റായ് എന്നിവരുടെ സാന്നിധ്യമാണ് സിനിമയിലുള്ളത്. ഇവർ 4 പേരും 4 നായകന്മാരുടെയും ജോഡികളായിട്ട് വരുന്നു. നായികമാരുടെ കഥയുടെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രാധാന്യമുള്ള വേഷങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. കാവ്യയുടെ മീനാക്ഷി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് സെൻട്രൽ ക്യാരക്ടർ. ഒപ്പം തന്നെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ സോഫിയ എന്ന് പറഞ്ഞ കഥാപാത്രവും, കനികയുടെ സ്റ്റെല്ലയും, ലക്ഷ്മി റായ് സ്റ്റെല്ലയും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ തന്നെയാണ്. നായകന്മാർക്ക് പ്രാധാന്യം നായകന്മാരുടെ മുന്നിൽ കുറഞ്ഞു പോകത്തക്ക വിധത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പല ചിത്രങ്ങളിലും ഹ്യൂമറിന് വളരെയധികം പ്രാധാന്യം നൽകി കാണാറുണ്ട്. ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ ഇത് എത്രത്തോളം ഉണ്ട്? ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ സുരാജ് വെഞ്ഞാറമൂടും സലീം കുമാറും ആണ് ഹ്യൂമർ കൈകാര്യം ചെയ്തത്.
ഹ്യൂമറിന് അമിതമായ പ്രാധാന്യം ചിത്രത്തിലില്ല. എങ്കിലും അവരുടെ കഥാപാത്രങ്ങൾ കൊണ്ട് ചെറിയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തിരക്കഥാകൃത്തുകൾ എന്ന നിലയിൽ ഈ ടീമിൽ നിന്നും ഇനി വരുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? കൃഷ്ണൻ മരുമകൻ സന്ധ്യാമോഹൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അടുത്തത്. ദിലീപാണ് നായകൻ. നായികയായി പുതുമുഖ നടി, അതായത് ബാലതാരമായി കേരളത്തില് അറിയപ്പെടുന്ന സരൂഷയാണ് നായികയായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, ജഗതി, സലീംകുമാർ എന്നിവരെ കൂടാതെ തമിഴിൽ നിന്ന് ഭാഗ്യരാജും വിഷ്ണുവും ഈ ചിത്രത്തിൽ എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. തിരക്കഥാകൃത്തുക്കൾ എന്ന നിലയിൽ നിന്നും സംവിധായകർ എന്ന നിലയിലേക്ക് ശ്രീ CBK തോമസും ഉദയകൃഷ്ണയും ഒരു ചുവടുമാറ്റം നടത്തുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ വന്നിരുന്നു. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നായകരാക്കി അരക്കള്ളൻ മുക്കാൽക്കള്ളൻ എന്ന ഒരു പ്രൊജക്ട്, ഈ ചിത്രം എന്നത്തേക്ക് തുടങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? രണ്ടുപേരുടെയും ഡേറ്റ് ഒന്നിച്ചു വന്നാൽ മമ്മൂട്ടി, മോഹൻലാൽ കൂടാതെ ദിലീപും ഈ ചിത്രത്തിൽ പ്രധാനമായ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. ഇവരുടെ 3 പേരുടെയും ഡേറ്റുകൾ ഒരേ സമയത്ത് വരുന്ന ഒരു സമയത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ധാരാളം കമ്മിറ്റ്മെന്റ്സ് ഉള്ള മലയാളത്തിലെ പ്രമുഖരായ നടന്മാരാണ് ഇവർ 3 പേരും. പ്ലേ ഹൗസിന്റെ ബാനറിൽ ശ്രീ മമ്മൂട്ടിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. താരങ്ങളെ കരാർ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായാലും ഒരു 1.5 വർഷം ഇതിന് സമയമെടുക്കും. വളരെയധികം നന്ദി കൃഷ്ണൻ ബ്രദേഴ്സിന്റെ വിശേഷങ്ങൾ ഫോറം കേരളത്തോട് പങ്കുവച്ചതിന്, നിങ്ങളുടെ പുതിയ പ്രൊജക്ടുകളെ പറ്റി സംസാരിച്ചതിന്. കൃഷ്ണൻ ബ്രദേഴ്സ് എന്ന ചിത്രം വലിയ വിജയമായി മാറട്ടെ എന്ന് ഫോറം കേരളത്തിന് വേണ്ടി ആശംസിക്കുന്നു. തിരക്കഥാകൃത്തുകൾ എന്ന നിലയിലും സംവിധായകർ എന്ന നിലയിലും നിങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വളരെയധികം നന്ദി. താങ്ക് യു.